സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു പ്രൊഡക്റ്റ് പോസ്റ്റർ തന്നെയാണ്. എല്ലാവർക്കും അത് താല്പര്യം, അപ്പോൾ അതുകൊണ്ടാണ് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുവരെ കട്ട് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തു, ജസ്റ്റ് അവിടെ വെച്ചു. ഒരു പ്ലാനിങ്ങും ഇല്ല. നമുക്ക് ഈ സാധനം എത്രയും അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും അത് മാത്രമേ. ഞാൻ ഫസ്റ്റ് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതുമ്പോൾ തന്നെയാണ് കൊടുക്കുക. ഈ ഒരു കളർ വെച്ച് കൊടുക്കുക. നമുക്കിത് ചെയ്തിട്ട് കൊടുക്കാം. ഈ കളർ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഡെപ്ത്ത് ആഡ് ചെയ്യാം. കൺട്രോൾ യു അടിക്കുക, ഡെപ്ത്ത് ഇത് കുറച്ച് കുറയ്ക്കുക. ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നാണ് ലൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് ഇത് ചെയ്യുക. ന്യൂ ലെയർ എടുക്കുക. ന്യൂ ലെയർ എടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെ വരേണ്ടതെന്നൊക്കെ ഒരു ഐഡിയയിൽ ചെയ്യാം. അതിന് ഞാൻ ന്യൂ ലെയർ എടുത്തിട്ട് ഷേപ്പ് ക്ലിക്ക് ചെയ്യണം. ഇത് ഗൈഡ് ചെയ്തിട്ട് നമുക്ക് ഫുള്ള് ഇതായിട്ടുള്ളത് എടുക്കാം. വേണ്ട, അതിന് നല്ല വേറൊരു ഇത് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്കിത് കളഞ്ഞിട്ട് ഫുള്ള് ഇതായിട്ടുള്ളത് കൊടുക്കാം. ഇത് ബാക്കിലേക്ക് ഇടാം നമുക്ക്. ഇനി നമുക്ക് ന്യൂ ലെയർ എടുത്തിട്ട് എന്നിട്ട് സാധനം സെലക്ട് ചെയ്യാം. നമ്മൾ ഈ സംഭവത്തിൽ ഈ സ്ട്രോക്ക് ഇങ്ങനെ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും അതങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും. അത് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഒരു ലെയർ കൂടി എടുക്കാം.
കണ്ടില്ലേ, അത് അങ്ങനെ തന്നെ പിന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ ഏകദേശം സംഭവങ്ങളൊക്കെ സെറ്റായി. ഇനി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലെയർ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തു, ഒന്ന് കറക്റ്റ് ചെയ്യാണ്. കറക്റ്റ് ചെയ്ത് അത് സെലക്ട് ചെയ്യാം. ന്യൂ ലെയർ എടുക്കുക. നമ്മൾ ഇതുമെന്നുള്ള കളർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുക. ഈ ലെയർ സെലക്ട് ചെയ്യുക, ന്യൂ ലെയർ എടുക്കുക. ഈ ലെയർ സെലക്ട് ചെയ്യുക, ന്യൂ ലെയർ എടുക്കുക. ഓക്കെ, ഈ ലെയർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇത് എന്നിട്ട് നമുക്ക് ഏറ്റവും മുന്നിലേക്ക് എടുത്തിടാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളർ സെറ്റ് ചെയ്യാനുണ്ട്. ഈ കളറൊക്കെ വെച്ച് തന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ന്യൂ ലെയർ എടുക്കുക. അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പാർട്ടിക്കിൾ ലൈറ്റ്സ്, പാർട്ടിക്കിൾ ലൈറ്റ് BG ഇതെടുക്കുക. നമുക്കിപ്പോൾ ഇഷ്ടമുള്ളത് നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് കോപ്പി പേസ്റ്റ് അടിക്കുക. നമ്മുടെ ഈ പോലെ പേസ്റ്റ് ചെയ്യുക.
അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവങ്ങൾ. ഇനി നമുക്ക് ഇതിന് വേറൊരു ബ്രഷ് ഇതും കൂടി കൊടുക്കാം. ലെൻസ് പ്ലെയറിൻ്റെ അതും കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.